ടൂറിന് പോവാണ്. നമുക്ക് ടൂർ പോവാ. ഹായ് ഗായ്സ്, ഇതാണ് അപ്പം നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റിസോർട്ട്. എത്തിയപാട് തന്നെ നല്ലൊരു വെൽക്കം ഡ്രിങ്കും കുടിച്ച് ഞാൻ നടന്നപ്പം താണ്ടടാ അവിടെ നിന്ന് റീൽസ് എടുക്കുന്നു. പിന്നെ നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നതാണ് മലനിരകൾ. നല്ല തണുപ്പും കൂടി കലർന്നൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു അവിടെ നിൽക്കാൻ. അവിടെ കൊണ്ടൊരു വീടെടുത്ത് നിന്നാൽ മതിയായിരുന്നു. പിന്നെ അവിടെ കൊണ്ടൊരു സ്കൂട്ടറും കയറി. ഓടിക്കാൻ അറിയില്ലെങ്കിലും ഞാൻ ഓടിച്ച് പോയി ഗായ്സ്. എങ്ങോട്ടാ അതറിയില്ല, പക്ഷെ കൂട്ടിൽ ദ്രവിയും കുഞ്ഞും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂട്ടർ ഓടിച്ച് കളിച്ചു. പിന്നെ ഞാൻ വലതുകാലം വെച്ചങ്ങ് റിസോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി. അവിടെ ഒരു തത്തമ്മയുണ്ട് ഗൈസ്, അത് സംസാരിക്കും. അതിൻ്റെ വീഡിയോ എടുത്ത് മിസ്സായിപ്പോയി. പിന്നെ അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ കയറി ഗായ്സ്. രാവിലെ ഒന്നും കഴിക്കാണ്ട് പോയതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. പിന്നെ ഞങ്ങളതങ്ങ് കഴിച്ച് എന്തൊരു ആശ്വാസം. അത് കഴിഞ്ഞപ്പോൾ എന്താണ്ടടാ കടന്നു വരുന്നത് എന്തെന്നാ ഒരു പായസം. എന്ത് പായസം ചോദിച്ചാൽ അറിയില്ല, എന്തായാലും എനിക്കിഷ്ടമായില്ല. ഞാൻ അത്ര പായസം ലവർ അല്ലാത്തതുകൊണ്ടായിരിക്കാം. പിന്നെ പതിയെ റൂമിലോട്ട് കയറി നോക്കിയപ്പോൾ എന്താണ്ടടാ ധ്രുവിക അവിടെ ഇട്ടങ്ങ് സെറ്റായി. പിന്നെ ഞാൻ പതിയെ അവിടെയൊക്കെ ഒന്ന് നോക്കി തിരിച്ചിറങ്ങി. ഞാനും പ്രിയേച്ചിയും കൂടി ലഗേജ് എടുക്കാൻ വേണ്ടി പോയി. ചെറിയ വെയിലുണ്ട്, എന്നാൽ നല്ലൊരു തണുപ്പുണ്ട്, നല്ലൊരു ക്ലൈമറ്റ്. നമുക്ക് റിസപ്ഷനിൽ പോയി ബാഗ് എടുത്ത് വരാം. ഇതാ പ്രിയേച്ചിയുണ്ട്. നമ്മുടെ റിസോർട്ടിൻ്റെ നെയിം വയനാട് വില്ലേജ് റിസോർട്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. നമ്മൾ വരുന്നത് മുളകളുടെ ഇടക്ക് കൂടിയാണ് നമ്മുടെ റോഡ്. അങ്ങനെ വണ്ടിയിൽ പോയി ബാഗും എടുത്ത് വരുമ്പോഴാണ് ഗൈസ് ഞാനത് കണ്ടത്. ഹൈ ഹൈ, എന്തോരം മുയലാണ് ഗൈസ്, നോക്കിയേ. വാവ്, എന്തൊരു ക്യൂട്ടാണ് ഇതിനെ കാണാൻ. നല്ല കൂട്ട് മുയൽ. ഹായ് ക്യൂട്ടി ഗായ്സ്, ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂൾ. നമ്മളെല്ലാം കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ കുത്തി മറിഞ്ഞ് അറനാദിക്കും ഗായ്സ്. ഹായ്, ട്യൂബുണ്ട്. അടുത്തതായി ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഗായ്സ് 15 വയസ്സിന് മുകളിലുള്ളവരുടെ കലാപരിപാടി. ആടെ പുറത്ത് ഏജ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഊഞ്ഞാൽ വന്നപ്പോൾ നമ്മളിപ്പോൾ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുക ഗായ്സ്. നല്ല വെയിൽ. എന്നോട് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല ഗൈസ്. എന്നിട്ട് ഞാനെൻ്റെ പിന്നെ അങ്ങോട്ട് ചെറുത് വലുത് ഏജ് മണ്ണാൻ കേട്ടോ ഒന്നുമില്ല. എല്ലാം ഓരോന്നിൻ്റെ മേലെ കയറി അങ്ങ് അടിച്ച് പൊളിച്ച് തിമിർത്തും. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ ഗൈസ്, നമ്മുടെ സ്വന്തം സതീഷ് ഏട്ടൻ്റെ കലാവിരുത്ത്. ഈ മനുഷ്യൻ ഇങ്ങനെയാണ് ഗൈസ്. വളരെ മാഷാണെന്നുള്ള അഹങ്കാരമൊന്നും അതിനില്ല. ചെസ് നമ്പർ 1 അവന്യോ, ചെസ് നമ്പർ 2 നിതാ, ചെസ് നമ്പർ 3 വിഷ്ണുപ്രിയ. ഹലോ, രണ്ടാളൊരു ഹായ് തരുമോ? എന്താ അവിടെ നടക്കുന്നത്? എനിക്കിതറിയാമോ ഗൈസ്, മത്തം കുത്തിയാൽ കുമ്പളം മുളക്കില്ല. ആ കിടക്കുന്ന മത്തൻ്റെ കുഞ്ഞുമത്തനാണ് ഇത്. ഈ മുതുക് കളവനൊക്കെ ഇതിന്റെ മണ്ടേ കയറി ഇരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ഗായ്സ്? ഇതാ വേറൊരു മുതുക്ക്, ഇതാ അടുത്ത മുതുക്ക്. എല്ലാ മുതുക്കുകളും ഓരോ വണ്ടീന്റെ മുകളിൽ ഓരോ റൈഡിന്റെ മേലെ കയറി ഇരുന്നിട്ടേ ഉള്ളു. ഇതാ വേറെ 2 മുതുക്കുകൾ. മുതുക്ക് അശ്വിതേച്ചിയുണ്ട്, മുതുക്ക് കുഞ്ഞു, മുതുക്ക് അമ്പളിയുണ്ട്, അതിന് മുതുക്ക് റജിനേച്ചിയുണ്ട്. മോളും അമ്മയും കൂടി മുതുക്ക് ഊഞ്ഞാലിരുന്ന ആട് കൈസ്. നമ്മളിപ്പോ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ പോവാ ഗായ്സ്. ഞാൻ വീഡിയോഗ്രാഫർ ഇവിടെ ആക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പൂളിലേക്ക് ഇറങ്ങാം ഗായ്സ്. എന്റെ വീഡിയോഗ്രാഫർക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല ഗായ്സ്. പൂളിൽ ഇറങ്ങുന്ന വീഡിയോ അവൻ എടുത്തില്ല, അതിൽ കിടന്ന് നീന്തുന്ന വീഡിയോ അവൻ എടുത്തു. എന്നാ ചേട്ടനും ചാട് ചാട്. സത്യം പറഞ്ഞ ആ പൂളിൽ അവിടെ നിന്ന് എന്താ കാണിച്ചത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായി ഇങ്ങനെയൊക്കെയാണല്ലേ ഞാനതിലുണ്ടായിരുന്നു. വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ബൈ.